ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് കുരുക്കായി ബ്രാൻഡ് അംബാസഡർ കരാർ. ജയസൂര്യക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഷ്ടകാലമുള്ളൊരു നടനാന്ന് ജയസൂര്യ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അഭിനയ കുലവതിയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ചിരിയിൽ, കളി തമാശകൾ ചിരിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ അയ്യോ, ഒരു കണക്ക് പറഞ്ഞ നമ്മുടെ ജയറാമേട്ടനെ പോലെയാണ് അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവമാണ്. പക്ഷെ ആളെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴൊരു സേവ് ആപ്പ് എന്ന് പറയുന്ന അതിൽ കയറി അതിൻ്റെ നല്ല പൈസ കിട്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ഥലം വാങ്ങിക്കുന്നുണ്ട്, വണ്ടികൾ വാങ്ങിക്കുന്നുണ്ട്. ഇവരുടെ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എത്രയാ പ്രതിഫലം വാങ്ങിക്കുന്നതെന്ന്. നമുക്ക് തന്നെ ഒരുപാട് സംശയമാണ്. ഇത്രയൊക്കെ ഒരു 2 സിനിമ 3 സിനിമയിൽ അഭിനയിച്ച നടന്മാർ പിന്നെന്ന് പറഞ്ഞാൽ വലിയ വലിയ കാറും ഇതൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇവർ എത്രയാന്ന് വാങ്ങിക്കുന്നതെന്ന് ഒരാൾക്കും പിടിയില്ല. ഏതായാലും ജയസൂര്യ കുറേ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അയാൾക്ക് പല ബിസിനസ്സുകളും ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പരസ്യങ്ങൾ ചെയ്ത പൈസ വേറെ ഉണ്ടാകും. പക്ഷേ സേവ് പിന്നെ ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്പില് ഇവരെല്ലാവരും ഇപ്പോഴും കുടുങ്ങിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചെങ്ങാതി അവൻ അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് തന്നെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നമുക്കതിന്റെ ഒരു വാർത്തയിലേക്ക് പോകാം. റിപ്പോർട്ടറിൽ വന്നൊരു വാർത്തയാണ്, നമുക്ക് നോക്കാവുന്നത്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് കുരുക്കായി ബ്രാൻഡ് അംബാസഡർ കരാർ. ജയസൂര്യക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തിലാണ് ഇഡി. ജയസൂര്യയും ഉടമ സ്വാദിഖ് റഹീമും തമ്മിലുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇഡി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ സ്വാദിഖ് റഹീമുമായുള്ളത് ബ്രാൻഡ് അംബാസഡർ ബന്ധം മാത്രമാണെന്ന് ജയസൂര്യ ഇഡിക്ക് മൊഴി നൽകി. ജയസൂര്യയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ നീക്കം. സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാനും അങ്ങനെ നമ്മുടെ ജയസൂര്യ അണ്ണനെ വീണ്ടും വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ സിനിമാ താരങ്ങൾക്കുപരി ഇവർക്ക് കുറച്ച് ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ എന്ത് പരസ്യത്തിലായാലും, ഇവർ മാത്രമല്ല കേട്ടോ, ജയസൂര്യനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, മറ്റു പലരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് സിനിമാക്കാരായി കഴിഞ്ഞാലും ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാലും എല്ലാവരും ജനങ്ങളെ എങ്ങനെ മൂഞ്ചിക്കണം എന്നുള്ള പരിപാടിയിൽ മാത്രമാണ് നിൽക്കുന്നത്. യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇവർക്കില്ല എന്നാണ് അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സോപ്പിന്റെ പരസ്യമായാലും ശരി, അല്ലെങ്കിൽ വേറെയൊന്നിന്റെ പരസ്യമായാലും ശരി, ഇവർ ഉപയോഗിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഒരിക്കലുമല്ല. അതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ജീവിതം തൊലഞ്ഞവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കോടികൾ വരുമാനമാണ്. ആ വരുമാനമാണ് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം. പിന്നീട് എന്തെങ്കിലും ഒരു ബ്രാൻഡ് അംബാസഡറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൈസ വന്നുകൊണ്ടേയിരിക്കും. ഈ തട്ടിപ്പുകാരായ ഇവരൊക്കെ സമീപിക്കുന്നത് സിനിമാ താരങ്ങളെ തന്നെയാണ്. എന്തുകൊണ്ടാ? അതായത് മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഒരു പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും, അതായത് ജയസൂര്യൊക്കെ എല്ലാവരും പറയും അയ്യോ അവര് പറയുന്നില്ലേ, അവര് പറഞ്ഞത് ഒറിജിനലായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ചാടി വീഴും. പിന്നീടാണ് ഇതിന്റെ ദോഷങ്ങൾ മനസ്സിലാവുക. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴേ ജയസൂര്യൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരൊക്കെ ഇപ്പൊ ജയസൂര്യ മകന് വാങ്ങിച്ചു കൊടുത്തൊരു ലെക്സസിന്റെ ഒരു കാർ 2-3 വർഷം മുമ്പ്. നമ്മൾക്ക് ആലോചിക്കും ഇവരെന്തോടെ ഇവരൊക്കെ പൈസ എവിടുന്നാണ് ഇവർക്കൊക്കെ ഇങ്ങനെ വരുന്നത്, എവിടുന്നാണ് ഇവർക്കൊക്കെ ഇങ്ങനെ പൈസ എന്നൊക്കെ വെച്ചാൽ. പക്ഷേ പൈസക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കിയ പൈസ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ജയസൂര്യക്ക് ഇതൊരു വലിയ കുരുക്കായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് നാളുകളായിട്ട് ജയസൂര്യന്റെ ഒരു ബിഗ് ബജറ്റ് ചിത്രം വരാനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ സിനിമക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെ. ആ കാത്തിരിപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആ സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ടും തന്നെ ആ സിനിമയെ ബാധിക്കും. ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ തന്നെ ഇപ്പോഴേ താഴേക്ക് പോയ ഒരു അവസ്ഥയാണുള്ളത്. ഒരുപാട് നാളായി അയാൾ സിനിമയിലൊന്നുമില്ല. അയാൾ ഇതിന്റെ പേരും പറഞ്ഞ് നടക്കുന്നു. അതുമാത്രവുമല്ല, അതിനിടയിലെന്ന് പറഞ്ഞ ഒരുപാട് കുൽസിത പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും കാര്യങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ജയസൂര്യ എന്ന് പറയുന്നത് അവർ അഭിനയ കുലപതിയാണ്. അതായത് ജനങ്ങളെ, അയാളുടെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, അയാൾ ഓവർ സ്മാർട്ട്, അതുപോലെ തന്നെ അയാൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് വിചാരിക്കില്ല. എന്നാൽ മറ്റുള്ളവരെടുക്കാൻ ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ ഒരു എന്താ പറയുക, ഒരു താഴ്മയോട് കൂടിയിട്ടാണ്. 10 പൈസേന്റെ സഹായം വേറെ ഒരാൾക്ക് പോലും ചെയ്യില്ല. ഞാനായി, എൻ്റെ കുടുംബമായി, എനിക്കായി എന്നുള്ളതല്ലാതെ ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് പോലും ഒരു സഹായവും ചെയ്യില്ല. ഇവർ വില കൂടിയ കാറുകൾ, അതുപോലെ വില കൂടിയ ഫ്ലാറ്റുകൾ, പിന്നെ വില കൂടിയ വീടുകൾ. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലോരത്ത് വീടെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു വിവാദ നായകൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ ജയസൂര്യ. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇയാൾ കോപ്ര എന്ന് പറഞ്ഞ റോഡിലായിരുന്നു, റോഡിലെ കുഴി അടക്കുക എന്നുള്ളൊരു പ്രഹസനം. അതൊക്കെ ആരും പറഞ്ഞു ജയിക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല.
ആറ് എവിടെയും ഒരു ഉപകാരമോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പറഞ്ഞ് ചെയ്യിക്കുന്നത് പോലെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഇയാളെ കൊടുക്കുന്നതാണ്, അതൊന്നുമല്ല ഇയാൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ആഭിമുഖ്യം പിന്നെ പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഏത് തരത്തിലാണെന്ന്. അതുകൊണ്ട് ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ പൂർണ്ണമായിട്ടും നല്ല ക്ലിയർ ആണെന്നോ അല്ലെങ്കിൽ ഒരു നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഒരു നല്ല ഇതാണെന്നോ ഞാൻ പറയുന്നില്ല. അയാളുടെ ഉള്ളിന്റെ ഉള്ളില് പൈസ ഉണ്ടാക്കുക എന്നുള്ള ത്വരിത മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് മറ്റുള്ളവർക്ക് സഹായമാകണം, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒരു എന്താ പറയുക ഉപകാരപ്പെടുന്നതായിരിക്കണം. ചില ആൾക്കാരൊക്കെ കാണും. ഇപ്പൊ രജനീകാന്തിനെ ഞാൻ ഈ ഒരു സംഭവത്തിൽ രജനീകാന്തിന് ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ ഒരു പരസ്യത്തിലും അഭിനയിക്കില്ല, കാരണം ഇന്ന് എന്റെ പ്രേക്ഷകരെ ഞാൻ ഒരിക്കലും വഞ്ചിക്കത്തില്ല. ഇപ്പൊ ജയസൂര്യ ഈ ഒരു സംഭവം പറഞ്ഞത് കൊണ്ട് മാത്രം ഒരുപാട് പേര് വീണിട്ടുണ്ടാകും, ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ജയസൂര്യയും അതുപോലെ തന്നെ പലരും പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തട്ടിപ്പുകളിലും പെടാറുണ്ട്, ചിട്ടിയിൽ പെടാറുണ്ട്. ചില ചിട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പരസ്യം ചെയ്യും, ആ ചിട്ടികളിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ പൈസ നിക്ഷേപിക്കും, പിന്നീട് എന്ന് പറഞ്ഞാൽ അവരങ്ങ് മുങ്ങും. നമ്മൾ പോയിട്ട് അവരോട് പരാതി പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസോട് കൂടിയിട്ട് ഉമ്മാർ ഇതുപോലെയുള്ള ഉഡായിപ്പ് കമ്പനികൾക്ക് കൊടപിടിക്കുന്ന പരിപാടി ഇതോടുകൂടി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പൈസ ലാഭാന്നേ ഞാൻ പറയുള്ളൂ. പല ചിട്ടികളും ഉണ്ട്, പലരും ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഭീമമായ തുകയാണ് മേടിക്കുന്നത്. അപ്പൊ ഈ തുക എങ്ങനെയാണ് ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക? അതായത് ഇവരുടെ വാക്ക് കേട്ട്, ഈ സിനിമാ താരങ്ങളുടെ വാക്ക് കേട്ട് മാത്രം, അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയിട്ട് ചിട്ടിയിൽ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിക്കുന്നത്. പണ്ട് ഇതുപോലെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ആ ചിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പിന്നെ എന്താ പറയുക മലയോര മേഖലയുടെ പല സ്ഥലങ്ങളിലും അവർ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം തന്നെ ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമാ താരങ്ങളെ കൊണ്ടുവന്നിട്ടാണ് ഓപ്പൺ ചെയ്യിച്ചത്. ആ ഓപ്പണിങ്ങിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ചിട്ടികൾ അങ്ങ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ സിനിമാ താരങ്ങളിലെ പറയുന്നത്, സിനിമാ താരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തട്ടിപ്പുണ്ടാവില്ല എന്നാണ് പാവം ജനങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പൊ എന്നെ ഒന്നും ആർക്കും പറ്റിക്കാൻ കഴിയില്ല, നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സിനിമാ താരങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞോട്ട് മാത്രം ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് പൈസയും പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നില്ല എത്ര ചിട്ടി കമ്പനികളാണ് കൂണുപോലെ ഇങ്ങനെ പൊങ്ങുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന്റെ ബോർഡ് പോലും കാണുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് മുങ്ങുകയാണ് ചെയ്യുന്നത്. മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കേസ് കൊടുക്കാം. കേസ് കൊടുത്താലും നമ്മുടെ പൈസ കിട്ടണമെങ്കിൽ എത്ര കാലം കഴിയണം? അതുമാത്രവുമല്ല ഈ പിന്നെ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഉറപ്പ് പോലുമില്ല. ഇവനാണെങ്കിൽ കുറച്ച് ദിവസം ജയിലിൽ കിടക്കും, അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓനെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റൂല. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നരകയാതന അനുഭവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പൈസ കൊണ്ടുപോയിട്ട് പലതിലും നിക്ഷേപിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സിനിമാ താരങ്ങളൊന്നും പറയുന്നത് കേട്ടിട്ട് എൻ്റെ പൊന്നുമക്കളെങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാനും പാടില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നിലും ചേരാനും പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. ഇപ്പൊ ജയസൂര്യ എന്ന് പറഞ്ഞ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ പയ്യനെ പോലെയാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. സിനിമയിൽ മാത്രമാണത്, അല്ലാതെ എന്ന് പറഞ്ഞ വ്യക്തി ജീവിതത്തിൽ അയാൾ അയൽവക്കത്തെ പയ്യനോ പിന്നെ എന്നാ പറയണ്ടത് ഇതൊന്നുമല്ല. അയാൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നല്ലൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. ആ ബിസിനസ്സാണ്. അല്ലാതെ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ച് ഇവർക്ക് എന്താ കിട്ടുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു 100 കോടിയോ അല്ലെങ്കിൽ 20 കോടിയോ ഒന്നും ജയസൂര്യക്ക് പ്രതിഫലം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75 ഇല്ലെങ്കിൽ 1 കോടി തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാലും ജയസൂര്യക്ക് 1 കോടി വാങ്ങിച്ച് സിനിമ എടുക്കാൻ ആളുണ്ടോ? അതും എനിക്കറിയില്ല. ജയസൂര്യന്റെ അത്ര വലിയ ഹിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഏതെല്ലോ ചില സിനിമകൾ ഹിറ്റായിനി, അതിൻ്റെയൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്ന് പറഞ്ഞാൽ ജയസൂര്യന്റെ ഒരുപാട് ഫ്ലോപ്പ് ചിത്രങ്ങളാണ്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ജയസൂര്യന്റെ വിജയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയാണ്, ഇത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജയസൂര്യയുടെ പരാജയ ചിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ട്, ഇയാൾക്ക് കേടുന്നാടാ ഇത്രപാട് പൈസ, എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര പൈസ വന്നത് എന്നുള്ള സംശയങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പരസ്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമീപിക്കുമ്പോൾ കിട്ടുന്ന പൈസ തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആളെ പൈസ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്തെന്ന്, ഇനിയിപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് എന്തെന്ന്. ഇപ്പോഴതിനെക്കാട്ടിയും വലിയൊരു കേസാണ് വരാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ജയസൂര്യയുടെ കാര്യം കട്ടപ്പോകയാന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.